സംസ്ഥാനത്തെ ഏറ്റവും വലിയ LDF UDF മത്സരം നേർക്കുനേർ മത്സരം കരുത്ത് കാണിച്ചത് മലബാറിലായിരുന്നുവല്ലോ. നമുക്ക് ഇനി അങ്ങോട്ട് അനീഷിനെയാണ് ഏറ്റവും അനീഷിൽ തന്നെ കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ടി വരും തോന്നുന്നു. അപ്പൊ അനീഷ്, എന്താണ് ഈ വടകരയിലും കോഴിക്കോടും ഒക്കെയുള്ള സാഹചര്യം? അവിടുത്തെ കൗണ്ടിങ്ങിനുള്ള ഒരുക്കങ്ങൾ പൂർണ്ണമല്ലേ? സ്ട്രോങ് റൂമുകളൊക്കെ തുറന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും ക്രമീകരണങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. വോട്ടെണ്ണൽ ഉടൻ തന്നെ ആരംഭിക്കും. ഇതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. രണ്ട് സ്ഥാനാർത്ഥികളും വലിയ വിജയപ്രതീക്ഷയിലാണ്. അല്പസമയം മുമ്പ് MK രാഘവൻ കൗണ്ടിംഗ് സെന്ററിൽ എത്തിയിരുന്നു. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അനായാസ വിജയം, കംഫർട്ടബിൾ വിൻ ഉണ്ടാവും എന്ന് തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസമൊക്കെ എക്സിറ്റ് പോളുകളൊക്കെ പുറത്തു വന്നപ്പോൾ MK രാഘവന്, കോഴിക്കോടിൻ്റെ രാഘവേട്ടന് വലിയ പരിക്കേൽക്കില്ല എന്ന രീതിയിൽ തന്നെയാണ് ഈ എക്സിറ്റ് പോളുകൾ പറയുന്നത്. അതുകൊണ്ട് അനായാസ വിജയം ഉണ്ടാവും. 2020 ആദ്യം മുതൽ അദ്ദേഹവും കോൺഗ്രസ് നേതാക്കളും ഒക്കെ ആവർത്തിക്കുന്നത് 2020 വിജയമാണ്. എന്തായാലും ആ വിജയത്തിലേക്ക് അടുക്കാൻ ഇനി അധികം നേരം വേണ്ട എന്നാണ് പറയുന്നത്. JDT-യിലാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വടകര കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടെണ്ണൽ നടക്കുന്നത്. അവിടേക്ക് ഈ പോളിംഗ് ഉദ്യോഗസ്ഥരും മറ്റ് ഏജന്റുമാരുമൊക്കെ കടന്നു പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. അല്പസമയത്തിനകം ഷാഫിയും ഇവിടേക്ക് എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഷാഫിക്ക് ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിന് ശേഷം വലിയ ആത്മവിശ്വാസവും UDF ക്യാമ്പിന് വലിയ ആഹ്ലാദവും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ചില എക്സിറ്റ് പോളുകൾ പുറത്തു വരുമ്പോൾ നേരിയ ഭൂരിപക്ഷത്തിനെങ്കിലും KK ശൈലജ ടീച്ചർ വിജയിക്കുമെന്ന ഒരു പ്രവചനം വന്നത് UDF ക്യാമ്പിനെ ഒരു തെല്ല് അങ്കലാപ്പിലാക്കിയിട്ടുണ്ടെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഈ പ്രാദേശിക തലത്തിലെ കണക്കുകൂട്ടലൊക്കെ വെച്ചിട്ട് CPM അത്തരത്തിലൊരു വിജയമാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. എന്തായാലും അത് ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് തന്നെ അവസാനം വന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ UDF ക്യാമ്പിനെ അസ്വസ്ഥമാക്കുന്നു എന്ന വിവരമാണ് അനീഷ് നൽകുന്നത്. എന്തായാലും